1, 2, 3 പ്രസംഗത്തോടെയാണ് എം എം മണിയുടെ പ്രസംഗ വിവാദത്തിന് തുടക്കം. ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാൽ ഒന്നിനെ കുത്തിക്കൊന്നു. 2016 ഫെബ്രുവരിയിൽ പൈനാവ് പോളിടെക്നിക്കിലെ വനിതാ പ്രിൻസിപ്പലിനെ അധിക്ഷേപിച്ച് മണി പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കുന്നതിന് അശ്ലീല സ്വഭാവമുണ്ടെന്നായിരുന്നു പരാമർശം. വാതിലടച്ചിട്ടുണ്ട് അവിടുത്തെ പ്രിൻസിപ്പലിന് വേറെ ഇടപാടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പം അതാണ് ഒരു സ്ത്രീയാണ്, അവർക്കൊരുമാതിരി സൂക്കേടാ. സ്കൂളിൽ എവിടെയെങ്കിലും വാതിലടച്ചിട്ട് പഠിപ്പീര് നടത്തും. അവിടെ പഠിപ്പീരല്ല, പിന്നെ വാതിലടച്ചിട്ട് വേറെ പണിയാ. ഇതിന് പോലീസ് മണിക്കെതിരെ കേസെടുക്കുകയും മണി മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ഉപയോഗിച്ച പദപ്രയോഗം പിശകായെന്നും നിർവ്യാജം ഖേദിക്കുന്നുവെന്നുമായിരുന്നു മണിയുടെ പിന്നീടുള്ള പ്രതികരണം. DGP ഓഫീസിന് മുന്നിൽ ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കെതിരെ നടന്ന പോലീസ് നടപടിക്ക് ശേഷമായിരുന്നു മഹിജയ്ക്കെതിരായ മന്ത്രി എം എം മണിയുടെ വിവാദ പരാമർശം. മുഖ്യമന്ത്രി കാണാൻ ചെല്ലുമ്പോൾ മഹിജ കഥകടച്ചാൽ അത് വേറെ പണിയാകുമായിരുന്നെന്ന് മന്ത്രി പറഞ്ഞു. മഹിജ മറ്റാരുടെയോ കൈകളിൽ കളിക്കുകയാണെന്നും മണി മലപ്പുറം മുസ്ലിയാരങ്ങാടിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പോയി കാണുന്നുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ അവർ കഥകടച്ചിട്ട് വേറെ പണിയായി, പിന്നെ അത് വേറെ പണിയായി. കഥകടച്ചിട്ട് എനിക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അവമാനിച്ചാൽ അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയാൽ അവര് വേറെ ആരുടെയോ കൈ കളിക്കുക. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ പൊമ്പിളെ ഒരുമയ്ക്കെതിരെ നടത്തിയ വിവാദ പ്രസംഗമാണ് ഏറ്റവും അവസാനത്തേത്. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? പിന്നെ പലതും കേൾക്കുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.